മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 2-ാം തീയതി സഭ ഇന്ന് വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെടുന്ന ദൈവത്തിൻ്റെ സുവിശേഷം ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് സുവിശേഷത്തിൽ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ആരെയും വിധിക്കരുത്. നമ്മൾ വിധിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ വിധിക്കുവാനുള്ള മാനദണ്ഡം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് വിധിക്കരുത്? എന്തുകൊണ്ട് വിധിക്കരുത് എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു സാഹചര്യവും പൂർണ്ണമായിട്ട് അറിയുവാനായിട്ട് സാധിക്കില്ല. ഒരു വ്യക്തിയെയും ഒരു വ്യക്തിയുടെ ചിന്തയെയോ ഒരു വ്യക്തിയുടെ പ്രവൃത്തികളെയോ ഒരുപക്ഷെ ഒരു വ്യക്തി ആ സമയത്ത് ഒരു പ്രത്യേക കാര്യം ചെയ്യുവാനുള്ള അവൻ്റെ മാനസികമായ സ്ഥിതി എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് പോലും മനുഷ്യരായി നമുക്ക് വിധിക്കാനായിട്ടോ മനസ്സിലാക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് ഈശോ പറയുന്നു, വിധിയൊക്കെ ദൈവത്തിന് വിട്ടുകൊള്ളുക. നിങ്ങൾ ആരെയും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുമ്പോൾ നിങ്ങളെ തന്നെ വിധിക്കുവാനുള്ള അളവുകോലും നിങ്ങളെ തന്നെ വിധിക്കുവാനുള്ള മാനദണ്ഡങ്ങളും നിങ്ങളെ തന്നെ വിധിക്കുവാനുള്ള ത്രാസും നിങ്ങളാണ് ദൈവത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും, എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നുവെന്ന. കാരുണ്യം കാണിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ വിധി നമ്മുടെ മേൽ ഉണ്ടാകുമെന്ന യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന വലിയ ദൈവികമായ രഹസ്യമെന്ന് പറയുന്നത്, നമ്മൾ ആരെയും വിധിക്കുവാനായിട്ട് നിൽക്കരുത് എന്നല്ലേ. എല്ലാ വിധിവാചകത്തിൻ്റെ പിന്നിൽ നമ്മൾ ഭേദപ്പെട്ടവരാണ് എന്ന ഒരു അഹംഭാവം നമുക്കുണ്ടാകാറുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത്, മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിച്ച് നടക്കുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഭേദപ്പെട്ടവരാണ് എന്ന ഒരു അഹംഭാവം നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നത്. നമ്മുടെ വിധികളൊക്കെ എപ്പോഴും പക്ഷപാതം കടന്നു വരുമെന്നും യാതൊരു പക്ഷപാതമില്ലാതെ വിധി നടത്തുന്നവൻ, വിധി ചെയ്യുന്നവൻ അവൻ ദൈവം മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. തെറ്റു ചെയ്യുന്ന സഹോദരനെ നമ്മൾ തിരുത്തണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് സുവിശേഷം 18-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഈശോ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു, നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ അവൻ്റെ തെറ്റിനെ നീ തിരുത്തണം. ആ തെറ്റിനെ നീ തിരുത്തുമ്പോൾ അവൻ്റെ മേൽ കൂടുതൽ ഭാരമുണ്ടാകുന്ന രീതിയിലല്ല, നീ നിന്റെ സ്നേഹത്തിൻ്റെ മേൽ, അവനോടുള്ള നിന്റെ കരുതലിൻ്റെ മേലായിരിക്കണം നീ അവനെ തിരുത്തേണ്ടത് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ സ്നേഹവും കരുതലും വേണം. വ്യക്തിയെ കുറ്റപ്പെടുത്താതെ അവൻ്റെ തെറ്റായ പ്രവൃത്തിയെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആ വ്യക്തിയല്ല, അവൻ ചെയ്ത തെറ്റിനെ മാത്രമേ നീ കുറ്റപ്പെടുത്താവൂ എന്ന്. നമ്മുടെ ജോലി വിധിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ജോലി അനുരഞ്ജനത്തിലാവുക എന്നുള്ളതാണ്. മനുഷ്യരെ വിധിച്ച് മാറ്റി നിർത്തുക എന്നുള്ളതല്ല, മനുഷ്യരെ വിധിച്ച് മതിലുകൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല, മനുഷ്യരെ വിധിച്ച് ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളതല്ല, മനുഷ്യരെ അനുരഞ്ജനത്തിലൂടെ സ്നേഹത്തിൻ്റെ വലയത്തിലേക്ക് കടന്നു വരാനാണ് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നേ ദിനത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.